ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഇങ്ങനത്തെ ഒരു ഡിന്നർ ഡേറ്റ് അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് നാളായി എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഓഫ് കോഴ്സ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ എടുത്തെടുത്ത് ഇങ്ങനെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്യും. ഇന്നങ്ങനെ എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ എല്ലാവരും കൂടെ പുറത്തൊന്ന് പോകാമെന്ന്. അങ്ങനെ നമ്മൾ മോളെയും ഒക്കെ റെഡിയാക്കി പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ പഴയ പോലെയല്ല, നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് പുറത്തിറങ്ങാനൊക്കെ ഒരു മടി, ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളും. പിന്നെ അതിനേക്കാട്ടിലുപരി എന്താ പറയുക, അമ്മയില്ല. അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ഉണ്ടായിരുന്ന എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നു. ഇതിപ്പം കാർത്തിമോൻ മോളും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു ബ്രാൻഡ് ന്യൂ പേരൻസിനെ പോലെയാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ മോൻ ഓൾറെഡി 10 വയസ്സായപ്പോഴാണ് കൺമണി ആയത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കാരണം എല്ലാം നമുക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് ഇങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും മോനും കുറച്ച് ബോറിങ്ങും നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമവും ഒക്കെ ഉള്ള കാരണം നമ്മൾ അങ്ങനെ ഇവരെയും കൊണ്ട് കാസിൽ ഫൺ പാർക്കിലാണ് പോയത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നേരത്തെ വരാറുണ്ടായിരുന്നു ഇവിടെ മോൻ മാത്രം ഉള്ളപ്പോൾ. ഇപ്പം മോളെയും കൂടെ കൊണ്ടുവരേണ്ട കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും പോകാനൊക്കെ ആയിട്ട്. എങ്കിലും നമ്മൾ മോന് ഇപ്പോൾ അവധിയൊക്കെ ആണല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ രണ്ടുപേരെയും കൊണ്ടും ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങിയതാണ്. ഡിന്നറും പുറത്തുനിന്ന് കഴിക്കാം, പിന്നെ കുറച്ച് നേരം ഇവരെ ഇവിടെ നിന്ന് കളിപ്പിക്കുകയും ചെയ്യാം. നാട്ടിൽ നിന്ന് വന്നിട്ട് അവൾ ഇങ്ങനെ വീടിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെ ഫുൾ പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങാൻ പറ്റാതൊക്കെ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നതാണ്. റൈഡ്സിലൊന്നും കൺമണി കയറുന്നില്ല, കാരണം അതിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോയി ഇരുത്തുമ്പോഴേ കരയാൻ തുടങ്ങും. പിന്നെ മുടിയും നമ്മൾ മുട്ടയടിച്ചായിരുന്നു, ഞാൻ തന്നെ ചെയ്തതാണ്, ഞാൻ സ്വന്തമായി ചെയ്ത്. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി, അതുകൊണ്ട് ഇത്രയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഒരു 3 hours മോന് പിന്നെ കാസിൽ ഫൺ പാർക്കിൽ പോയാൽ പിന്നെ അവിടെ നിന്ന് വരാനേ താല്പര്യമില്ല ഫുള്ള്. അത് പിന്നെ മിക്ക കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങണ്ട. അപ്പോൾ എന്തായാലും അവൾക്ക് ഒന്ന് ഓടിക്കളിക്കാനുള്ള ഒരു സൗകര്യം നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ കളികളും കാര്യങ്ങളും അവളെ പിടിച്ചുകൊണ്ട് നടക്കുകയും ഒക്കെ ആയിട്ട് ഞാനും
പിന്നെ ഇത്രയൊക്കെ പ്രായമായെന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഗെയിംസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൺമണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യം ഞാൻ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഞാനും അവൻ്റെ കൂടെ അവൻ്റെ കാർഡും വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഫൻറ്റൂരയൊക്കെ ഇല്ലേ, അവിടുത്തെ പോലെ തന്നെ കാർഡ് ഇങ്ങനെ നമ്മൾ പേ ചെയ്ത് $50, $100, $20 അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് ടാപ്പ് ചെയ്യുക എല്ലായിടത്തും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിയിട്ട് ഞാനും ടാപ്പ് ചെയ്തിട്ട് മിക്ക ഇതിലും കളിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. എങ്കിലും ചെറിയ പിള്ളേരെ പോലെ തന്നെ നമ്മളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇതൊക്കെ പോയാൽ ചെയ്യാനായിട്ട്. കുറേ പ്രശ്നമായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെയും വേണ്ട മോൻ കളിച്ചോ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ സ്ഥാനത്ത് ഇങ്ങോട്ട് കാർഡ് എനിക്കും കൂടെ കളിക്കണം എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ഇവിടെ വന്നൊന്ന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. കാരണം മോളും ഒരുപാട് സമയം നിൽക്കത്തില്ല. അപ്പോൾ അവന് ഇന്ന് കിട്ടിയ ഇതിൽ കുറേ പോയിൻറ്റ്സ് കിട്ടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ടോയോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അപ്പം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നാളെ. അപ്പം പെട്ടെന്ന് പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തു. അച്ഛനും അമ്മയ്ക്കും എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ്, ഞാൻ കളിച്ചിട്ട് എനിക്ക് കിട്ടിയ പോയിൻറ്റ്സിൽ വാങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നും ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ തരാൻ അവന് തോന്നട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. കൺമണിയെ ഒരു സെക്കൻഡ് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവൾ ഒറ്റ ഓട്ടമായിരിക്കും, കാണാനേ കിട്ടത്തില്ല. അവൾക്ക് പിന്നെ അവളെ എടുക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് കുറുമ്പിയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. നാളെ ബാക്ക് ടു വർക്കാണ്. ഞാൻ പേരൻ്റൽ ലീവിലാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നാളെ ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിനിയിപ്പം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോകാം. കൺമണിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രിങ്കാണ് കേട്ടോ, സീസർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഓ എന്നൊക്കെയുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സീസർ ഡ്രിങ്ക്സ് ഒക്കെ ആദ്യം വന്നു, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കൺമണിക്കും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഹാപ്പിയായി. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.